ഹായ്, ഇന്ന് ഞാൻ ബ്രെഡ് പോക്കറ്റ് റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ചിക്കനും മക്രോണീസും വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു ബ്രെഡ് പോക്കറ്റാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഉള്ള റെസിപ്പിയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ഇതുപോലെ ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈഡ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ മക്രോണി നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരു 250 ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കപ്പ് അളവിൽ ക്യാബേജ്, ഒരു കപ്പ് അളവിൽ ക്യാരറ്റ്, പിന്നെ ഒരു കപ്പ് അളവിൽ ക്യാപ്സിക്കം ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ യോഗട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മയണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മയണൈസിനൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തത്, പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ അതിലേക്കുള്ള സോസ് ഇനി നമുക്ക് അടുത്തത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം മയണൈസാണ് എടുത്തിരിക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസ്റ്റാർഡ് പേസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും സോസും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വൈറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം. എന്നിട്ട് നമുക്ക് എത്ര വലുപ്പമാണോ ഉള്ളത് അതനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു കുക്കി കട്ടറൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു റോളർ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഞാനിതുപോലെ ഈ ഒരു സൈസിനുള്ള കുക്കി കട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കിട്ടും. അത് നമുക്ക് ഈ ഒരു തിന്നിൽ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടണം. അപ്പം ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊരു 14 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി വേണ്ടത്, നമുക്ക് ബ്രെഡ് ഇതിലേക്ക് മുക്കി പൊരിക്കാനുള്ള മുട്ടയും അതിലേക്ക് കുറച്ച് പാലും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തൊരു മിക്സാണ് വേണ്ടത്. അപ്പം അത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ആദ്യം ബ്രെഡ് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഓരോ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സ്ലൈസും എടുത്തിട്ട് ഇതുപോലെ ആദ്യം മുട്ടയിലൊന്ന് മുക്കുക, മുട്ടയുടെ മിക്സിയിൽ മുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടത് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്രെഡ് ക്രംസ് അതിൽ കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അതിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഓരോ പീസസ് ഇട്ട് കൊടുക്കുക. ഇതുപോലൊരു തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് പൊന്തി വരും. നമ്മുടെ പൂരിയൊക്കെ പൊന്തി വരണ മാതിരി അങ്ങനെ തന്നെ വരും. 2 സൈഡും നന്നായിട്ട് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക്
എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പം നന്നായിട്ട് പെട്ടെന്ന് ആയി കിട്ടിക്കോളും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നമുക്കൊരു കത്തി വെച്ചിട്ട് നമുക്കൊന്ന് രണ്ടാക്കി എടുക്കണം. നല്ല നടുക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് സ്പേസ് ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. ഇതിലേക്ക് ആദ്യം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അതിലേക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെയൊക്കെ എല്ലാം കൂടെ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാത്തിലും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.